തലയെന്ന് തമിഴ്നാട്ടുകാർ സ്നേഹപുരസ്സരം വിളിക്കുന്ന നടൻ അജിത് കുമാർ അങ്ങനെ വിവാദങ്ങളിലും ഗോസിപ്പുകളിലുമൊന്നും അങ്ങനെ ചെന്നുപെട്ടതായി നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമ കഴിഞ്ഞാൽ കുടുംബവും കാർ റേസും യാത്രയും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ. എന്നാൽ അജിത്തിൻ്റെ പേര് ഒരു നായികയ്ക്കൊപ്പം കാലങ്ങൾക്ക് മുമ്പ് തന്നെ ചേർത്ത് വെച്ചിരുന്നു. ആ നടി മറ്റാരുമല്ല, മലയാളത്തിലുൾപ്പെടെ അനവധി സിനിമകളിൽ അഭിനയിച്ച തെന്നിന്ത്യൻ സുന്ദരി ഹീര രാജഗോപാലായിരുന്നു ആ നായിക. ഇവരുടെ പ്രണയകഥ അല്പം എരിവും പുളിവുമൊക്കെ ചേർത്ത് ഇടയ്ക്കിടെ പുറത്തു വന്നിട്ടുണ്ട്. അജിത്തിൻ്റെ മാതാവിന് ഹീരയുമായുള്ള ബന്ധത്തിൽ അത്ര താല്പര്യമില്ലായിരുന്നു എന്നതാണ് അവരുടെ പ്രണയ തകർച്ചയ്ക്ക് കാരണമായതെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അജിത്ത് പറയുന്നത് ഹീര ലഹരിക്കടിമയായിരുന്നു എന്നാണ്. അന്നൊന്നും ഹീര ഈ വിഷയത്തിലൊന്നും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ അടുത്തിടെ വീണ്ടും ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ചുള്ള പഴയ വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഹീര ഒരു തുറന്ന കത്തുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് അജിത്ത് പത്മഭൂഷൺ ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ തമിഴ്നാട്ടിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഹീരയുടെ ഈ വിവാദ ബ്ലോഗ് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വൈറലായിരിക്കുന്നത്. കമലഹാസൻ, മണിരത്നം, അജിത് കുമാർ എന്നിവരുൾപ്പെടെ കോളിവുഡിലെ നിരവധി പ്രമുഖർക്കൊപ്പം പ്രവർത്തിച്ച 90കളിലെ ജനപ്രിയ നടിയായിരുന്നു ഹീര. അവർ മലയാളത്തിൽ മോഹൻലാലിനൊപ്പം നിർണയം എന്ന സിനിമയിലും മമ്മൂട്ടിക്കൊപ്പം ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന സിനിമയിലുമൊക്കെ നായികയായി അഭിനയിച്ച സുന്ദരിയായ നടിയാണ്. അജിത്തുമായുള്ള ബന്ധം വേർപിരിഞ്ഞു വന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ഇവർ എവിടെയോ അപ്രത്യക്ഷയായിരുന്നു. ഇപ്പോൾ തൻ്റെ പ്രണയകഥയും ബ്രേക്കപ്പിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ് ഹീര രാജഗോപാൽ രംഗത്ത് വന്നത് അജിത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. 2025 ജനുവരിയിൽ ഹീര പേരുകളൊന്നും പരാമർശിക്കാതെ ഒരു ബ്ലോഗ് എഴുതി. ആ ബ്ലോഗ് പോസ്റ്റ് വൈറലായി. 27 വർഷം മുമ്പ് അജിത്ത് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അവർ ഒരു ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മറുപടി നൽകുന്നത്. ഒരു അഭിമുഖത്തിൽ തല ഇങ്ങനെ അവകാശപ്പെട്ടിരുന്നു: ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, എനിക്ക് അവൾ ശരിക്കും ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇപ്പോൾ എല്ലാം മാറി, അവൾ പഴയ ആളല്ല, വാസ്തവത്തിൽ അവൾ മയക്കുമരുന്നിന് അടിമയാണ്. ഈ വേർപിരിയലിന് ശേഷം 99 അമർക്കളത്തിൻ്റെ സെറ്റിൽ വെച്ച് അജിത്ത് ശാലിനിയെ കണ്ടുമുട്ടി. 2000 അവരെ വിവാഹം കഴിച്ചു. സമീപകാലത്തെ ബ്ലോഗിൽ ഹീര രാജഗോപാൽ എഴുതിയത്: വഞ്ചന, സ്വഭാവഹത്യ, അപമാനം തുടങ്ങി കാമുകനിൽ നിന്ന് തനിക്ക് പലതും നേരിടേണ്ടി വന്നുവെന്നും ഒരിക്കൽ നട്ടലിന് പരിക്കേറ്റുവെന്നും താൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായെന്നും അദ്ദേഹം തന്നോട് പറഞ്ഞെന്നും ആ സമയത്തെല്ലാം താൻ അയാളുടെ കൂടെ നിന്ന് സഹായിച്ചെന്നും എന്നാൽ അദ്ദേഹം അത് കള്ളം പറഞ്ഞതായിരുന്നുവെന്നും ഹീര പറയുന്നു. വിവാഹത്തെക്കുറിച്ച് നടൻ തന്നോട് പറഞ്ഞ വാക്കുകളും ഹീര വെളിപ്പെടുത്തി. ഒരു വേലക്കാരിയെപ്പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീയെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ആരും അവളെ നോക്കില്ല. എനിക്കിഷ്ടമുള്ള ആരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം തന്നോട് പറഞ്ഞതെന്ന് ഹീര പറയുന്നു. അജിത്തും ഹീരയുമായി നായകന്മാരായി അഭിനയിച്ച കാതൽ കോട്ട എന്ന സൂപ്പർ മെഗാ ഹിറ്റ് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലാവുന്നത്. അതേസമയം ഹീരയുടെ ബ്ലോഗ് പുറത്തു വന്നതോടെ അജിത്ത് ആരാധകർ അസ്വസ്ഥരാണ്. ഇത് വെറും കെട്ടുകഥകളാണെന്ന തരത്തിലും പ്രചാരണമുണ്ട്. നടനെ മനഃപൂർവ്വം കരിവാരി തേക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ പ്രവർത്തിച്ചതാണെന്നും കഥകളുണ്ട്. മാത്രമല്ല ഹീരയുടെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതാണെന്നും നിലവിലത് പ്രവർത്തിക്കുന്നില്ലെന്നും വ്യക്തമാണ്. വൈകാതെ ഇതിലൊരു വിശദീകരണവുമായി നടി തന്നെ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായും അജിത്ത് ആരാധകർ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഹീരയുടെ കുറിപ്പ്? അതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഞാൻ സ്നേഹിച്ച നടനിൽ നിന്ന് വളരെ വലിയ സ്വഭാവഹത്യയാണ് നേരിട്ടത്. ഞാൻ വഞ്ചകിയും മയക്കുമരുന്നിന് അടിമയുമാണെന്നും മുദ്രകുത്തി പൊതുജനങ്ങൾക്കിടയിൽ എന്നെപ്പറ്റി വളരെ മോശമായ അപാത പ്രചാരണങ്ങൾ നടത്തുന്നതിൽ അയാൾക്കും പങ്കുണ്ടായിരുന്നു. എന്റെ സ്നേഹം സ്വീകരിച്ച് ഞാൻ പിന്തുണച്ചു പ്രോത്സാഹിപ്പിച്ച ആൾ രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ എങ്ങനെ ഒരു വില്ലനായി മാറിയെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. നട്ടെല്ലിന് പരിക്കുപറ്റി ആശുപത്രിയിൽ ആയിരുന്ന അയാളെ രാപകലില്ലാതെ കിടക്കയ്ക്ക് അരികിലിരുന്ന് മലമൂത്ര വിസർജനങ്ങൾ വരെ മാറ്റി പരിചരിച്ചവളാണ് ഞാൻ. അയാളാണ് പെട്ടെന്നൊരു ദിവസം ഒരു ആശയവിനിമയവുമില്ലാതെ എന്നെ പൂർണ്ണമായി ഒഴിവാക്കി മറഞ്ഞു കളഞ്ഞത്. ഈ നടന്റെ ബോധമില്ലാത്ത ഫാൻസ് എനിക്കെതിരെ അപവാദ പ്രചാരണവും അസഭ്യവർഷവും ചൊരിഞ്ഞ് എന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചത്. ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ചെറുപ്പത്തിൽ എനിക്കുണ്ടായ ഒരു ബന്ധം പരാജയപ്പെട്ടതിലോ അല്ലെങ്കിൽ എന്റെ കാമുകൻ എന്നെ ഉപേക്ഷിച്ചു പോയതിനോ അല്ല. മറിച്ച് ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ലാത്ത എന്റെ കാമുകന്റെ ആരാധകർ എനിക്കെതിരെ അസഭ്യവർഷവും അപാദപ്രചാരണവും നടത്തുന്നത് കണ്ടതിലുള്ള ഷോക്കിലാണ്.
ഒരു സാഡിസ്റ്റായ അയാൾ എന്നെ കള്ളക്കേസിൽ കുടുക്കി. അമിതമായ ലൈംഗിക ആസക്തിയുള്ളവൾ, മാനസിക രോഗി, മദ്യപാനി തുടങ്ങി നിരവധി ആരോപണങ്ങൾ എനിക്കെതിരെ ഉന്നയിച്ചു. നിരന്തരം എന്നെ വേദനിപ്പിക്കുകയും അപവാദ പ്രചരണങ്ങളുടെ ബലിയാടാക്കുകയും ചെയ്യുന്നത് സഹിക്കവയ്യാതെ വീണ്ടും ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്തിനാണ് എന്നോടിത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ക്രൂരമായ ചിരിയാണ് ആ നടനിൽ നിന്നും ഉണ്ടായത്. അയാൾ എന്നോട് പറഞ്ഞു, വേലക്കാരിയെപ്പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു. ആരും അവളെ നോക്കില്ല. എനിക്കിഷ്ടമുള്ള ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ജീവിതത്തിൽ ഇത്രയധികം വെല്ലുവിളികൾ നേരിട്ടിട്ടും ഞാൻ സത്യം മാത്രം മുറുകെ പിടിച്ചു. വളരെ വിജയിച്ചു നിന്ന ഒരു പബ്ലിക് ഫിഗർ ആയ എനിക്ക് പോലും ഇതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഉറ്റുംകൊള്ളുന്ന സമൂഹവും സോഷ്യൽ മീഡിയയും അയാളുടെ ആരാധകരും മീഡിയയും ഉൾപ്പെടെ അയാൾക്കൊപ്പം നിന്ന് എനിക്കെതിരെ അപവാദ പ്രചരണം നടത്തി. കുട്ടിക്കാലം മുതൽ ഞാൻ പലതും അതിജീവിച്ചു വന്നതാണ്. അതെന്റെ ഉത്തരവാദിത്തമാണ്.